എന്റെ ഈശ്വര, രാത്രിയായോ? അപ്പൊ ഞാൻ ഇത്ര നേരം കിടന്ന് ഉറക്കമായിരുന്നോ? എന്ത് പറ്റി? മോനെ ഉണർന്നോ? അല്ല, ഞാൻ ഇത്ര നേരം കിടന്ന് ഉറക്കമായിരുന്നു അംബികാമ്മേ. എനിക്കെന്താ പറ്റിയേ? അത് തന്നെയാ എനിക്കും മനസ്സിലാവാത്തത്. ഭക്ഷണം കഴിഞ്ഞപ്പോ മുതല് മോനൊരുമാതിരി മത്ത് പിടിച്ചതുപോലെയായിരുന്നു. മുറിയിലേക്ക് വന്നിട്ട് ഒറ്റ കിടപ്പായിരുന്നു. അപ്പൊ തന്നെ ഉറങ്ങുകയും ചെയ്തു. ഞാൻ 2-3 പ്രാവശ്യം വന്ന് വിളിച്ചുണർത്താൻ നോക്കിയതാ. അപ്പോ മോന്റെ അച്ഛനും അമ്മയാ അത് വേണ്ടെന്ന് പറഞ്ഞത്. മോൻ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ സമയം എത്രയായിട്ടുണ്ടാവും? മണി ഇപ്പൊ 8 മണിയാകാറായിട്ടുണ്ട്. ഈശ്വര, ഞാൻ വൈകിട്ട് സന്ദീപേട്ടനെ കാണണമെന്ന് വിചാരിച്ചാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ മൊബൈലോടെ? ഇവിടെ ഇല്ലേ? എന്നാ മോന്റെ അച്ഛനും അമ്മയും എടുത്ത് മാറ്റിയതായിരിക്കും. ചെന്ന് അവരോട് ചോദിക്കേ. ചായ. അമ്മ, എന്റെ മൊബൈൽ എടുത്തായിരുന്നോ? നീ എഴുന്നേറ്റോ? എന്തൊരു ഉറക്കമായിരുന്നടാ. എന്നിട്ട് നിങ്ങൾ ആരും എന്നെ വിളിച്ചില്ലല്ലോ. നിനക്ക് നല്ല ക്ഷീണം കാണുന്നു കരുതി ഉറങ്ങിക്കോട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. എന്റെ ഫോൺ എവിടെ? അത് ചാർജ് തീർന്ന് ഓഫായി പോയായിരുന്നു. ഞാൻ പിന്നെ ചാർജ് ആവാൻ കുത്തിവെച്ചിട്ടുണ്ട്. ദേ അവിടെ ഇരിക്കുന്നു. അമ്മ, ഞാനൊന്ന് പുറത്തേക്ക് പോവാണേ. ഈ സമയത്ത് ഇത്ര അത്യാവശ്യമായിട്ട് ആരെ കാണാൻ പോവുക? എനിക്ക് ആ സന്ദീപേട്ടനെ ഒന്ന് കാണണം, വളരെ അർജന്റാ. അയാളെ കാണാനാണോ? എന്നാ നീ കഷ്ടപ്പെട്ട് ഈ രാത്രി പോകണ്ട. അവരൊക്കെ വൈകിട്ട് തന്നെ നാട്ടിലേക്ക് തിരിച്ചു. വഴിക്ക് വെച്ച് ഞാൻ കണ്ടിട്ടാ വരുന്നത്. അല്ല, ഇപ്പൊ അത്യാവശ്യമായിട്ട് അയാളെ കണ്ടിട്ട് എന്ത് കാര്യം പറയാനാ? അല്ല, എന്താണെങ്കിലും എന്നോട് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അച്ഛാ, അച്ഛൻ എനിക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കാൻ തന്നോ? സ്പെഷ്യലായിട്ടോ? എന്ന് വെച്ചാ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതാ ഞാൻ ചോദിച്ചത്. നീ എന്താ മോനെ പറഞ്ഞു വരുന്നത്? ഞാൻ നിനക്ക് ഭക്ഷണത്തിൽ വല്ല മയക്കുമരുന്നും ചേർത്ത് തന്നെന്നാണോ ചോദിക്കുന്നത്? ദേ കിഷ, നീ എന്നെ വെറുതെ സംശയിക്കരുത്. നീ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വല്ല മരുന്നോ പൊടിയോ മേടിച്ച് കയറ്റി കാണും. അതിനിപ്പോ ഞാനെന്ത് പഠിച്ചെന്നാ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് എന്തായാലും നല്ല ഉറപ്പുണ്ട്. പക്ഷെ അച്ഛനെ എനിക്കിപ്പോ വിശ്വാസമില്ലാണ്ടായിരിക്കുന്നത്. എന്താടാ, എന്താ നീ പറയുന്നേ? ഞാൻ നിനക്ക് മയക്കുമരുന്ന് തന്നാണോ? ഈ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അച്ഛൻ മാത്രമേ ചെയ്യൂ. തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ ഓടിച്ചു നിന്നെ. എന്തിനുള്ള പുറപ്പാടാ? അയ്യോ മോനെ, എന്താ ഇതൊക്കെ? നിങ്ങൾ വഴക്കൂടല്ലേ? നിങ്ങളിങ്ങ് വന്നേ. കയ്യിൽ വിടടി. അയ്യോ, സന്ദീപേ, നീ ദിവാസ്വപ്നം കാണുവാണോ? ഫോൺ റിങ് ചെയ്യുന്നു.
ആ കിഷൻ, നീ എവിടെയായിരുന്നു? ഞാൻ നിന്നെ അന്വേഷിച്ച് നിന്റെ വീട്ടിൽ വന്നിരുന്നു. സോറി സന്ദീപേട്ടാ, എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ പകല് വല്ലാണ്ട് ഉറങ്ങിപ്പോയി. അല്ല, ചേട്ടനെപ്പോഴാ എൻ്റെ വീട്ടിൽ വന്നത്? ഞാൻ പോകുന്നതിന് കുറച്ച് മുമ്പ്. അവിടെ വന്നപ്പോ നീ അവിടെ ഇല്ലെന്നാണല്ലോ നിന്റെ അമ്മ പറഞ്ഞത്. എന്താ? ഞാൻ വീട്ടിലെന്ന് അമ്മ പറഞ്ഞു? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സന്ദീപേട്ടാ. ഞാൻ വീട്ടിലുള്ള കാര്യം അമ്മയ്ക്ക് അറിയായിരുന്നല്ലോ. ഏയ്, നീ വീട്ടിലിന്ന് നിന്റെ അമ്മ എന്നോട് തറപ്പിച്ച് പറഞ്ഞതല്ലേ? അല്ല കിഷ, നിനക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. ചേട്ടാ, സന്ദീപേട്ട ഇപ്പൊ എവിടെയാ? ഞാനും ഫാമിലി നാട്ടിലേക്ക് മടങ്ങുക. എന്താ കിഷൻ, എന്താ പ്രോബ്ലം? ചേട്ടാ, ആകെ പ്രശ്നമാണ്. ദേവു ചേച്ചിയും ഗഗനുമായിട്ടുള്ള കല്യാണം ഒരു കാരണവശാലും നടക്കരുത്. അതൊരു ചതിയാ. എന്താ കിഷൻ നീ പറയുന്നേ? ചതിയാണെന്നോ? അതെ സന്ദീപേട്ടാ, എല്ലാരും കൂടി ആ പാവം ദേവു ചേച്ചിയെ ചതിക്കുക. ഗഗൻ ദേവു ചേച്ചിയെ കല്യാണം കഴിക്കുന്നത് നല്ല ഉദ്ദേശത്തോടെ അല്ല. അതെനിക്ക് മനസ്സിലായി. കിഷ, കാര്യം എന്താണെന്ന് തെളിച്ചു പറ. അതുകൊണ്ട് ചേട്ടാ, ദേവു ചേച്ചിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ചേട്ടൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. എന്നിട്ട് ദേവു ചേച്ചിയെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കണം.